കഥയെ ആരംഭിക്കുന്നത് യുഹാൻസൺ എന്ന പേരുള്ള ഒരു ഫാമിലിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അച്ഛൻ സ്കോട്ട്, അമ്മ കേറ്റ്, മകൾ അലക്സ് എന്നിവർ ചേർന്നതായിരുന്നു ആ ഫാമിലി. അവർ ബക്നോ എന്നു പേരുള്ള ഒരു യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ പുറപ്പെട്ടു. അടുത്ത കൊല്ലം അലക്സിന് അവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അലക്സിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിലേക്ക് അവൾ അപ്ലൈ ചെയ്തു. അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ വളരെ വലിയ ട്യൂഷൻ ഫീ ഉണ്ട്. എന്തായാലും മകൾക്ക് ആ വളരെ വലിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ കാര്യം സെലിബ്രേറ്റ് ചെയ്യാൻ അലക്സ് തീരുമാനിച്ചു. നെയ്ബേഴ്സിനെയും മറ്റും കൂട്ടി അദ്ദേഹം വീട്ടിലൊരു പാർട്ടി നടത്തി. പാർട്ടിയിൽ ഫ്രാങ്ക് എന്ന പേരുള്ള ഒരു യുവാവും പങ്കെടുത്തിരുന്നു. ഫ്രാങ്ക് ചൂതുകളിക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു യുവാവാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോവാൻ വളരെ വലിയ തുക തന്നെ വേണം. മകൾക്കത് കൊടുക്കുവാൻ സ്കോട്ടിന്റെ പക്കൽ അത്രമേൽ പണമൊന്നുമില്ല. അവിടുത്തെ സിറ്റി കൗൺസിലിൽ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അത് കിട്ടിയാൽ മകളുടെ ട്യൂഷൻ ഫീ കൊടുക്കാൻ പറ്റും. അതിലായിരുന്നു സ്കോട്ടിന്റെ പ്രതീക്ഷ മുഴുവൻ. പക്ഷേ അത്തവണ സിറ്റി കൗൺസിൽ മീറ്റിംഗ് ചേർന്നപ്പോൾ ആ സ്കോളർഷിപ്പ് പണം വകമാറ്റി സിറ്റിക്കായി പുതിയ സ്വിമ്മിംഗ് പൂൾ പണിയുന്നതിന് ഉപയോഗിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. മീറ്റിംഗിൽ ഹാജരായിരുന്ന അലക്സും സ്കോട്ടും അതിനെതിരെ ശബ്ദിച്ചെങ്കിലും മേയറായ ബോബ് അവിടെ ഒരു വോട്ടിംഗ് വിധിക്കുകയാണ്. വോട്ടിംഗിൽ ഭൂരിഭാഗവും പറഞ്ഞത് സ്വിമ്മിംഗ് പൂൾ വേണമെന്ന ആവശ്യമായിരുന്നു. അതോടെ സ്കോളർഷിപ്പ് കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. സ്കോട്ടിനും ഭാര്യയ്ക്കും അലക്സിന്റെ പഠനത്തിന് പണം കണ്ടെത്താൻ മറ്റു വഴികൾ നോക്കേണ്ടി വന്നു. അവരൊരു ബാങ്ക് ലോണിന് ശ്രമിച്ചു. പക്ഷെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്കോട്ട് അല്പം സാലറി വർധനവ് ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിക്കപ്പെട്ടു. അലക്സിന്റെ അമ്മയും മറ്റൊരു ജോലിക്ക് ശ്രമിച്ചു. പക്ഷേ അതും കിട്ടിയില്ല. ഒടുവിൽ അലക്സിന്റെ ട്യൂഷൻ ഫീ കൊടുക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥ മുന്നിട്ടു വന്നു. ആ ഒരു സമയത്താണ് അവരൊരു കാര്യം ഓർമ്മിക്കുന്നത്. ഫ്രാങ്കിനൊപ്പം ലാസ് വേഗാസ് സന്ദർശിക്കാൻ പോവാം എന്നവർ പറഞ്ഞിരുന്നു. ഒരു ആശ്വാസത്തിന് വേണ്ടി അതിന് പോവാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവരങ്ങനെ ഫ്രാങ്കിനെ ചെന്ന് കണ്ടു. ഫ്രാങ്കിന്റെ വീട്ടിൽ ഫ്രാങ്കും ഭാര്യയും തമ്മിൽ വലിയ പ്രശ്നമായിരുന്നു. ഫ്രാങ്കിന്റെ ചൂതുകളിയായിരുന്നു പ്രധാന പ്രശ്നം. ഭാര്യ ഫ്രാങ്കിനോട് ഡിവോഴ്സ് അടക്കം ആവശ്യപ്പെട്ട് വീട് വിട്ട് പോവാനിരിക്കുകയാണ്. ലാസ് വേഗാസ് ട്രിപ്പ് ക്യാൻസൽ ചെയ്താലോ എന്നുപോലും അവർ ചിന്തിച്ചിരുന്നു. പക്ഷേ ഫ്രാങ്ക് ദുഃഖിതനായും മറ്റും കണ്ടപ്പോൾ ഫ്രാങ്കിനും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയപ്പോൾ അവർ ഫ്രാങ്കിനൊപ്പം ലാസ് വേഗാസ് ട്രിപ്പിന് സമ്മതിച്ചു. അങ്ങനെ ഫ്രാങ്കും അലക്സും സ്കോട്ടും ചേർന്ന് ലാസ് വേഗാസിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഫ്രാങ്ക് വളരെയധികം എനർജറ്റിക്കായി കാണപ്പെട്ടിരുന്നു. അവിടെ ഒരു കസിനോയിൽ അവർ കയറി. ഫ്രാങ്ക് ആ സമയം സ്കോട്ടിനോട് കസിനോയിൽ ബെറ്റ് വെക്കാൻ ആവശ്യപ്പെട്ടു, ചൂത് കളിക്കാൻ ആവശ്യപ്പെട്ടു. സ്കോട്ടിന് പക്ഷെ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അലക്സിന്റെ പഠനത്തിന് വേണ്ട പണം മുഴുവൻ ചിലപ്പോൾ കിട്ടിയാലോ എന്ന മട്ടിലൊക്കെ ഫ്രാങ്ക് പറഞ്ഞപ്പോ സ്കോട്ട് അതിന് തയ്യാറായി. തന്റെ കയ്യിൽ നിന്നും ഒരു എമൗണ്ട് എടുത്ത് സ്കോട്ട് ബെറ്റ് വെച്ചു. അതിൽ സ്കോട്ട് വിജയിക്കുകയാണ്. അതോടെ സ്കോട്ടിന് ആവേശമായി. സ്കോട്ട് പിന്നെയും പിന്നെയും ബെറ്റ് വെച്ച് വിജയിച്ചു. പക്ഷെ ഒടുവിൽ സ്കോട്ട് തന്റെ കയ്യിലുള്ള മുഴുവൻ പണവും ആവേശത്തിന്റെ പുറത്ത് ബെറ്റ് വെച്ചു. അതായിരുന്നു അവസാനവും. ആദ്യം വെച്ച പണമടക്കം സ്കോട്ടിന് മുഴുവൻ പണവും നഷ്ടമായി. സ്കോട്ടും അലക്സും വല്ലാതെ തകർന്നുപോയിരുന്നു. ഫ്രാങ്ക് അവരെ ആശ്വസിപ്പിച്ചു. കസിനോ മുഴുവൻ ഇങ്ങനാണെന്നും ആദ്യമൊക്കെ നമുക്ക് കിട്ടുമെന്നും നമ്മൾ കൂടുതൽ പണമിറക്കുമ്പോ പിന്നെ വിജയിക്കുന്നത് കസിനോ ആയിരിക്കും, അതൊരു സ്ട്രാറ്റജിയാണ് എന്ന മട്ടിൽ ഫ്രാങ്ക് അവരോടായി പറഞ്ഞു. ആ സമയം സ്കോട്ട് വെറുതെ വായിൽ വന്നു പറഞ്ഞതാണ്, ഞാനൊരു കസിനോ ഓണർ ആയിരുന്നെങ്കിൽ. ഫ്രാങ്ക് പക്ഷേ അത് ശ്രദ്ധയോടെ കേട്ടു. ഫ്രാങ്കിന് അത് കൊള്ളാമല്ലോ എന്ന് തോന്നി. ഫ്രാങ്ക് പിന്നാലെ അതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി മെനഞ്ഞു. കസിനോ എപ്പോഴും എങ്ങനെയാണ് അവസാനം വിജയിക്കുന്നത് എന്ന തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ലാസ് വേഗാസിൽ നിന്ന് തിരിച്ചു വന്നപ്പോ സ്കോട്ടിനെയും മറ്റും കണ്ട് ഫ്രാങ്ക് തന്റെ സ്ട്രാറ്റജി വിശദീകരിച്ചു. സ്വന്തമായി ഒരു കസിനോ ആരംഭിക്കാം എന്ന ഐഡിയയും മുമ്പോട്ട് വെച്ചു. സ്കോട്ടിന് ഐഡിയ കൊള്ളാമെന്ന് തോന്നി. പക്ഷെ ഭാര്യയായ കേറ്റിന് അതിൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അലക്സിന്റെ പഠനത്തിനു വേണ്ടി പണം ആവശ്യമാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത്തരത്തിൽ സ്കോട്ട് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കേറ്റ് കസിനോ തുടങ്ങാൻ സമ്മതിച്ചു. ഡിവോഴ്സ് ആവശ്യപ്പെട്ട് ഭാര്യ പോയതിൽ പിന്നെ ഫ്രാങ്കിന്റെ വീട് കാലിയായി കിടക്കുകയായിരുന്നു. ആ വീട് അവര് ചെറിയൊരു കസിനോവായി രൂപമാറ്റം വരുത്തി. കുറച്ചകത്തേക്ക് കയറി ഒറ്റപ്പെട്ട രീതിയിലാണ് വീടുള്ളത്. പുറത്തുനിന്നുള്ളവർക്ക് വീടിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. വീടിന്റെ മറ്റൊരു വശത്തൂടെ ഒരു സീക്രട്ട് എൻട്രൻസ് പോലും ഫ്രാങ്ക് ക്രിയേറ്റ് ചെയ്തു. അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിന്റെ കാർ പാർക്കിങ്ങിൽ കസിനോയിലെത്തുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാം. രാത്രിയാണല്ലോ, അധികമാരും സംശയിക്കുകയുമില്ല. അങ്ങനെ അവരുടെ കസിനോ രൂപപ്പെട്ടു വന്നു. ഫ്രാങ്ക് കസിനോ വർക്കുകൾ നോക്കുമ്പോൾ സ്കോട്ടും കേറ്റും ചേർന്ന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ സംഘടിപ്പിക്കുകയായിരുന്നു. അടുത്ത ഫ്രണ്ട്സിനെയും നെയ്ബേഴ്സിനെയും ഒക്കെ അവർ കസിനോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കളിക്കാൻ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. സ്ട്രെസ്സിൽ നിന്ന് രക്ഷ നേടാൻ കൂടുതൽ പണമുള്ളവരൊക്കെ കസിനോയിൽ എൻജോയ് ചെയ്യാനെത്തും എന്ന് സ്കോട്ട് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. കുറെ പേർ അവരുടെ കസിനോയിലേക്ക് എത്തിത്തുടങ്ങി. കസിനോയിൽ കളിക്കാനെത്തിയ പ്ലേയേഴ്സ് ഫ്രാങ്കിന്റെ വീട്ടിൽ യഥാർത്ഥ കസിനോ മെഷീനുകളും മറ്റും കണ്ട് വല്ലാതെ അതിശയിച്ചിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ കളിച്ചു. ഫ്രാങ്കും സ്കോട്ടും കേറ്റും അവരുടെ ഓരോ ആവശ്യങ്ങൾക്കുമായി അവിടെ നിലകൊണ്ടിരുന്നു. ആളുകളുടെ എണ്ണം കൂടുന്തോറും ഫ്രാങ്ക് കൂടുതൽ മെഷീൻസും ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. വീട്ടിലായി അവൻ ഒരു ബാർ സെറ്റപ്പ് ചെയ്തു. സ്റ്റാൻഡപ്പ് കോമഡി പ്രോഗ്രാമുകൾ പോലും ആളുകളെ
എൻജോയ് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തു. More corn! I want more corn! അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. കസീനോ ഒരാഴ്ച നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും അവർക്ക് $3500 നഷ്ടത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ചില വിസിറ്റേഴ്സ് വളരെ വലിയ തുക വിജയിച്ചിരുന്നു. അതായിരുന്നു കസീനോയുടെ ആ ആഴ്ചത്തെ നഷ്ടത്തിന് കാരണം. അത് കേട്ടതും സ്കോട്ടും കേറ്റും കുറച്ച് നിരാശയിലാണ്ടു. ഫ്രാങ്ക് പക്ഷേ അതൊക്കെ മാറിമറിയുമെന്നും ഒക്കെ ഓക്കെയാകും എന്നും അവരെ വിശ്വസിപ്പിച്ചു. അലക്സിന്റെ ട്യൂഷൻ ഫീ ആയി വേണ്ടത് $50,000 ആയിരുന്നു. അതങ്ങനെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു തുകയല്ലല്ലോ. അതിൽ സ്കോട്ടിനും കേറ്റിനും വല്ലാതെ നിരാശ തോന്നി. അടുത്തയാഴ്ച ഫ്രാങ്ക് കസിനോയുടെ ഒരു ഭാഗത്ത് 5 സേഫുകൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിലെ ഓരോ സേഫിലും $1,00,000 വെച്ച് നിറയ്ക്കാൻ സാധിക്കും. അങ്ങനെ 5 സേഫും ഫുള്ളായി കഴിഞ്ഞാൽ അവർക്ക് $5,00,000 കിട്ടും. അതവർക്ക് പരസ്പരം ഷെയർ ചെയ്തെടുക്കാം. അതുവരെ കസിനോയുടെ ലാഭം ആരും തന്നെ എടുക്കുന്നില്ല. കസിനോ വീണ്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ആളെണ്ണം കൂടുന്തോറും പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പ്രശ്നമുണ്ടായി. റെഗിയെന്നും ഗാർവിയെന്നും പേരുള്ള 2 പ്ലേയേഴ്സ് ബെറ്റിന്റെ പേരിൽ പരസ്പരം ഇടിയായി. സ്കോട്ട് എങ്ങനെയെങ്കിലും ഫൈറ്റ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫ്രാങ്കിന് മറ്റൊരു ഐഡിയ തോന്നി. അവിടെ തന്നെ ഒരു ബോക്സിംഗ് റിംഗ് ഫ്രാങ്ക് സെറ്റ് ചെയ്തു. അവരെ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ അനുവദിച്ചു. മറ്റുള്ളവർ അവർക്കുമേൽ ബെറ്റ് വയ്ക്കും. പക്ഷേ ഗാർവി ഒറ്റ പഞ്ചിന് താഴെ വീണു. അതോടെ ഫൈറ്റ് അവസാനിക്കുകയും ചെയ്തു. അതവിടെ ഉണ്ടായിരുന്ന മാർത്ത എന്ന ലേഡിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. മാർത്ത അവനുമേൽ ബെറ്റ് കിട്ടിയിരുന്നു. മാർത്തയ്ക്കെതിരെ ലോറ വരികയാണ്. അതോടെ അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകും എന്ന സാഹചര്യം ഉടലെടുത്തു. അവരും അങ്ങനെ റിങ്ങിലേക്ക് എത്തപ്പെട്ടു. പക്ഷേ അവരിരുവരും കനത്ത പോരാളികളായിരുന്നു. ഫൈറ്റ് കുറച്ചധികം നേരം തുടർന്നു. ഒടുവിൽ ഫൈറ്റ് അവസാനിച്ചപ്പോഴോ രണ്ടുപേരും വിജയിച്ചില്ല. രണ്ടുപേരും നോക്കൌട്ട് ചെയ്ത് താഴെ വീണു. അതോടെ ബെറ്റിംഗ് പണം മുഴുവൻ കമ്പനിക്ക് വന്നു ചേർന്നു. അത്രയധികം പണം ആദ്യമായിട്ടായിരുന്നു കസീനോ നടത്തിപ്പുകാരായ ഫ്രാങ്കിനും സ്കോട്ടിനും കേറ്റിനും കിട്ടുന്നത്. നല്ല ലാഭം കിട്ടിത്തുടങ്ങിയതോടെ ഫ്രാങ്ക് കസീനോ കുറച്ചുകൂടി വികസിപ്പിച്ചു. ഒരു സ്വിമ്മിംഗ് പൂളും മസാജ് ഏരിയയും ഒക്കെ തുടങ്ങി. വരുന്നവർ കൂടുതൽ കംഫോർട്ടബിളായി കൂടുതൽ സമയം കസിനോയിൽ ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു അത്. അന്നത്തെ സിറ്റി ഹാൾ മീറ്റിംഗിൽ കൗൺസിൽ മീറ്റിംഗിൽ ഒരുപാട് താമസക്കാർ ആബ്സെന്റ് ആയിരുന്നു. മേയർ അത് ശ്രദ്ധിച്ചു. എല്ലാവരും ഇതെവിടെ പോയെന്ന് ചോദിച്ചു. ലോറ അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ലോറയുടെ മുഖത്ത് കഴിഞ്ഞ ഫൈറ്റിൽ നിന്നുള്ള ചതവുപാടുകളൊക്കെയുണ്ട്. ആദ്യമേ തന്നെ ഫൈറ്റിൽ പരാജയപ്പെട്ടതിന്റെ ദേഷ്യത്തിലായിരുന്നു ലോറ. കൂട്ടത്തിൽ മേയർ ബോബ് അത് ചോദിക്കുകൂടി ചെയ്തതോടെ ലോറയ്ക്ക് ദേഷ്യം വന്നു. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനായ ചാൻഡലറെ ബോബ് വിളിച്ചു വരുത്തി. സിറ്റിയിൽ താനറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവധി ദിവസമായിരുന്നിട്ടും ആരും മീറ്റിംഗിന് വന്നില്ല. എന്താണെന്നൊന്ന് അന്വേഷിക്കണം. ബോബിന്റെ നിർദ്ദേശം ചാൻഡലർ ഏറ്റെടുത്തു. സിറ്റിയും പരിസര പ്രദേശങ്ങളും ബോബ് നിരീക്ഷിച്ചു. നെയ്ബർഹുഡിൽ പൊതുവെയുള്ള ചില മാറ്റങ്ങൾ ചാൻഡലറുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രിയാകുമ്പോൾ സൂപ്പർ മാർക്കറ്റ് പാർക്കിംഗ് ഫുള്ളാകുന്നു. മാത്രമല്ല സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ചില വിസിറ്റേഴ്സ് അവരുടെ പ്രവൃത്തികൾ സംശയമുണ്ടാക്കുന്നുമുണ്ട്. അത്തരത്തിലെത്തിയ ഒരാളെ ചാൻഡലർ പിന്തുടർന്നു. സൂപ്പർ മാർക്കറ്റിന്റെ പിൻഭാഗത്തുകൂടെ ഫ്രാങ്കിന്റെ വീട്ടിലേക്കായിരുന്നു അയാൾ പോയത്. പിറ്റേന്ന് പുലർച്ചെ ചാൻഡലർ ആ ഭാഗത്തേക്കെത്തി. ആ സമയം ഫ്രാങ്ക് ആകട്ടെ ആ ഭാഗത്തൂടെ നടന്നു വരികയായിരുന്നു. താഴെ വീണുപോയ ഒരു കെട്ട് പണവും ഫ്രാങ്ക് എടുക്കുന്നുണ്ട്. ഈ സമയം ചാൻഡലർ ഫ്രാങ്കിനോട് ചോദിച്ചു, ഇവിടെന്താണ് നടക്കുന്നത്? നിങ്ങളെന്താണ് ഈ സമയത്ത് ഇവിടെ? താൻ പെടുമോ എന്ന് ഫ്രാങ്കിന് ഭയം തോന്നി. പക്ഷെ പെട്ടെന്ന് ഫ്രാങ്ക് കളം മാറ്റി. ചാൻഡലർ ഷൂട്ട് ചെയ്തെടുത്ത് തന്റെ പ്രോപ്പർട്ടിയിൽ അവൻ ട്രെസ്പാസ് ചെയ്യുകയാണ് എന്ന മട്ടിലായി ഫ്രാങ്കിന്റെ സംസാരം. എന്തായാലും ആ പ്രശ്നം അവിടെ അവസാനിച്ചു. പോലീസ് തങ്ങളുടെ തൊട്ടുപുറകെയുണ്ട് എന്ന് ഫ്രാങ്ക് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ വലിയൊരു പ്രശ്നം അതുകൂടാതെ അവരെ തേടിയെത്തി. ഒരു ദിവസം കസിനോയിൽ കളികൾ നടക്കുമ്പോൾ ഒരാൾ ചതിയിലൂടെ കളി വിജയിക്കുന്നത് CCTV ദൃശ്യങ്ങളിലൂടെ ഫ്രാങ്ക് കണ്ടു. അയാളെ പിടികൂടിക്കൊണ്ടുവന്ന് ചതിയിലൂടെ വിജയിക്കുന്നത് ശരിയല്ലെന്നും മറ്റു കാര്യങ്ങളും പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യാൻ അവർ ശ്രമിച്ചു. പക്ഷേ പിടികൂടപ്പെട്ട ആ വ്യക്തിക്ക് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. കാരണം അയാൾ വർക്ക് ചെയ്തിരുന്നത് ടോമി എന്ന ഗ്യാങ്സ്റ്റർക്ക് വേണ്ടിയായിരുന്നു. അയാൾ നഗരത്തിലെ തന്നെ പ്രധാന വട്ടിപ്പലിശക്കാരനാണ്. സ്കോട്ട് അതോടെ അയാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന മൂർച്ചയുള്ളൊരു കോടാലിയെടുത്തു. അത് വെച്ച് അയാളെ ഭയപ്പെടുത്തുക മാത്രമേ സ്കോട്ടിന് ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അബദ്ധത്തിൽ സ്കോട്ടിന്റെ കൈകൊണ്ട് അയാളുടെ ഒരു വിരലേറ്റു. അത് സ്കോട്ടിനെ മാനസികമായി ബാധിച്ചിരുന്നു. തൽക്കാലത്തേക്ക് അയാളിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെങ്കിലും പോകുന്നിടത്തൊക്കെയും സ്കോട്ട് വിരൽ മുറിക്കുന്നത് ഹാലൂസിനേറ്റ് ചെയ്ത് കാണാനും വിരലെവിടെയും വീണുകിടക്കുന്നതായി ചിന്തിക്കാനും തുടങ്ങി.
വല്ലാതെ പാനിക്കായി അവൻ ഒടുവിൽ ഫ്രാങ്കിന്റെ അടുത്തേക്ക് തന്നെ എത്തിപ്പെട്ടു. ഫ്രാങ്ക് സ്കോട്ടിനെ ആശ്വസിപ്പിച്ചു. അതൊക്കെ സ്കോട്ടിന്റെ തോന്നലുകൾ മാത്രമാണെന്നും അതിലൊന്നും കാര്യമായി തലപോയിക്കേണ്ട എന്നുമായിരുന്നു ഫ്രാങ്ക് പറഞ്ഞത്. പിന്നാലെ നല്ലൊരു കാര്യവും ഫ്രാങ്ക് സ്കോട്ടിനെ അറിയിച്ചു. അന്ന് അബദ്ധത്തിലാണെങ്കിലും അങ്ങനെ നടന്നതുകൊണ്ട് ആളുകൾക്കൊക്കെ സ്കോട്ടിനോട് ഇപ്പോൾ ഒരുതരം ഭയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയവരൊക്കെ, കടം പറഞ്ഞു പോയവരൊക്കെ പണം കൃത്യമായി തിരികെ കൊണ്ടു തന്നു. പണം കൃത്യമായി തിരികെ തന്നില്ലെങ്കിൽ അവരുടെ വിരലുകളും അതുപോലെ നഷ്ടപ്പെടുമോ എന്നാണ് അവർക്കൊക്കെ ഭയം. എന്തായാലും അതവർ നന്നായി പ്രയോജനപ്പെടുത്തി. കടം പറഞ്ഞു പോയവരുടെ അടുത്തു നിന്നൊക്കെ കൃത്യമായി അവർ പണം വാങ്ങി. നല്ലൊരു തുക തന്നെ പേരിന് കിട്ടിയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ പോയി അത് ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു. അവരെങ്ങനെ ആ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് ഫ്രാങ്ക് തന്റെ മുൻഭാര്യയെ മറ്റൊരുത്തിന്റെ കൂടെ അവിടെ കാണുന്നത്. ഫ്രാങ്ക് അവരോട് കലഹിക്കാൻ ചെന്നു. പക്ഷേ മുൻഭാര്യയുടെ പുതിയ കാമുകൻ കൂടുതൽ സ്ട്രോങ് ആയ വ്യക്തിയായിരുന്നു. അയാൾ ഫ്രാങ്കിനെ അടിച്ച് താഴെയിട്ടു. റെസ്റ്റോറന്റ് ഉടനടി പോലീസിനെ വിളിച്ചിരുന്നു. ചാൻഡലറായിരുന്നു എത്തിയത്. ഫ്രാങ്കിനോട് ആവശ്യമില്ലാതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് ചാൻഡലർ പറഞ്ഞു. പിന്നാലെ അങ്ങോട്ടേക്ക് മേയറും സെക്രട്ടറിയും കടന്നു വന്നു. സ്കോട്ടിന്റെയും കേറ്റിന്റെയും വിചിത്രമായ പെരുമാറ്റവും മറ്റും മേയറും സെക്രട്ടറിയും നോക്കിക്കണ്ടു. മേയർ ബോബിന് അതിലൊക്കെ വല്ലാതെ സംശയങ്ങൾ തോന്നി. മേയർ ബോബ് ചാൻഡലറെയും കൂട്ടി സ്കോട്ടിന്റെയും ഫ്രാങ്കിന്റെയും കാര്യം അന്വേഷിക്കാൻ തീരുമാനിച്ചു. ചാൻഡലറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്രാങ്കിന്റെ വീട്ടിലേക്ക് രാത്രിയിൽ അവരെത്തി. ചാൻഡലറുടെ നിർദ്ദേശപ്രകാരം സൂപ്പർ മാർക്കറ്റിലൂടെയുള്ള രഹസ്യവഴിയിലൂടെ അകത്തു കടന്ന് അവർ കണ്ടത് ഫ്രാങ്കിന്റെ വീട് ഒരു മുഴുവൻ സമയ കസിനോവായി മാറിയിരിക്കുന്നതായിരുന്നു. പോലീസ് എത്തിയിരിക്കുന്നു എന്ന് കളിക്കാരറിഞ്ഞതും അവർ വസ്തുക്കളും എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഫ്രാങ്കും സ്കോട്ടും കേറ്റും മാത്രം ഒടുവിൽ അവിടെ ബാക്കിയായി. ചാൻഡലർ അവിടെ മുഴുവൻ സെർച്ച് ചെയ്തു. ഒടുവിൽ ഫ്രാങ്കിന്റെ രഹസ്യ സേഫുകൾ ചാൻഡലർ കണ്ടെത്തുകയാണ്. അതിനകത്ത് മുഴുവൻ പണമുണ്ടായിരുന്നു. ബോബ പണം മുഴുവൻ താൻ കണ്ടുകെട്ടുകയാണെന്ന് പറഞ്ഞു. സിറ്റിയുടെ ഡെവലപ്മെന്റിന് അത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ബോബ ആ പണം മുഴുവൻ പിടിച്ചെടുത്തു. അതുകണ്ട് സ്കോട്ടും കേറ്റും തകർന്നു പോയിരുന്നു. അലക്സിന്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അവർ മനസ്സിൽ വെച്ചിരുന്ന തുകയാണ് ബോബ് കൊണ്ടുപോയിരിക്കുന്നത്. സ്കോട്ട് കേറ്റിനോട് പറഞ്ഞു, ഈ ചൂതുകളി കൊണ്ടും കസിനോ കൊണ്ടൊന്നും ഒരു നേട്ടവുമില്ല, ഒക്കെ അവസാനിപ്പിക്കാം. പക്ഷേ കേറ്റിന് അത് സമ്മതമായിരുന്നില്ല. ഈ അവസാന നിമിഷത്തിൽ ഇനി മറ്റൊന്നും സാധിക്കില്ല. ഇതുകൊണ്ട് മാത്രമേ പണമുണ്ടാക്കി മകളെ പഠിപ്പിക്കാൻ വിടാൻ പറ്റൂ. വീണ്ടും അവർ കസിനോ പുനരാരംഭിച്ചു. പഴയ പ്ലേയേഴ്സിനെയൊക്കെ വിളിച്ച് കസിനോ പുനരാരംഭിച്ച വിവരം അറിയിച്ചു. കസിനോ അങ്ങനെ വീണ്ടും ഫുൾ സ്വിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു വന്നപ്പോഴേക്കും അവരെ തിരക്കി അടുത്ത പ്രശ്നമെത്തി. മുമ്പ് സ്കോട്ട് ടോമി എന്ന പേരുള്ള വട്ടിപ്പലിശക്കാരനായ ഒരു ഗ്യാങ്സ്റ്ററുടെ ആളിന്റെ കൈവിരൽ അറുത്തിരുന്നല്ലോ. പ്രതികാരം തീർക്കാൻ അയാൾ എത്തിച്ചേർന്നിരിക്കുകയായിരുന്നു. ആ സമയമായിരുന്നു സ്കോട്ടിന്റെ മകൾ അലക്സും കൂട്ടുകാർ ക്ഷണിച്ചതിനെ തുടർന്ന് ആ കസിനോയിലേക്ക് എത്തിച്ചേരുന്നത്. തന്റെ അച്ഛനും അമ്മയുമാണ് ആ കസിനോ നടത്തുന്നത് എന്നത് അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ടോമി സ്കോട്ടിനെയും ഫ്രാങ്കിനെയും ഒക്കെ എതിരിട്ടു. തന്റെ ആളുടെ കൈവിരൽ മുറിച്ചതിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടു. ഫ്രാങ്കിനെ പിടികൂടി ഫ്രാങ്കിനോടായിരുന്നു അയാൾ ചോദ്യമുന്നയിച്ചത്. ഫ്രാങ്ക് സ്കോട്ടിനെയും കേറ്റിനെയും ചൂണ്ടിക്കാട്ടി. അവരുടെ പക്കലാണെങ്കിൽ പണമില്ല, പോലീസ് എത്തി കഴിഞ്ഞ ദിവസമാണൊക്കെയും കണ്ടുകെട്ടിയത് എന്ന് സ്കോട്ട് പറഞ്ഞു. ടോമി പക്ഷേ അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന അലക്സിനെ ടോമി പിടികൂടി. തൽക്കാലം ബന്ദിയായി നിങ്ങളുടെ മകൾ കൂടെ നിൽക്കട്ടെ, നിങ്ങൾ പണം തന്ന ശേഷം വിട്ടയക്കാം എന്ന് പറഞ്ഞ് അവളുമായി ടോമി പോവാൻ ആരംഭിച്ചു. അലക്സിന്റെ കൈയും തന്റെ കൈയും തമ്മിൽ വിലങ്ങ് വെച്ച് ടോമി ബന്ധിപ്പിച്ചിരുന്നു. അലക്സിനെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ അപ്പോഴേക്കും കോടാലിയുമെടുത്ത് സ്കോട്ട് ടോമിയുടെ പിന്നിലെത്തിയിരുന്നു. കേറ്റിന്റെ സഹായത്തോടെ അവിടെ എത്തിച്ചേർന്നതായിരുന്നു സ്കോട്ട്. കേറ്റ് സ്കോട്ടിനോട് വിലങ്ങ് വെട്ടിമുറിക്കാൻ പറഞ്ഞു. സ്കോട്ട് അപ്രകാരം ചെയ്തു. പക്ഷേ ഉന്നമാറ് വെട്ടിയത് ടോമിയുടെ കൈക്കിട്ടിട്ടായിരുന്നു. അതോടെ രക്തം ചീറ്റി. പിന്നാലെ തീതുപ്പുന്ന തോക്കുമായി കേറ്റും ഇറങ്ങി വന്നു. അലറി വിളിക്കുന്ന ടോമിക്കെതിരെ അത് പ്രയോഗിച്ചു. ടോമിയുടെ ദേഹത്ത് തീ പടരാൻ തുടങ്ങി. കേറ്റ് പാനിക്കായി വേഗം വെള്ളമൊഴിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് സ്കോട്ട് ടോമിയുടെ ദേഹത്തേക്ക് ഒഴിച്ചു. നിർഭാഗ്യവശാൽ അത് വോഡ്കയായിരുന്നു. അതോടെ ടോമിയുടെ ദേഹത്ത് തീയാളി പടർന്നു. ടോമിയുടെ ആളുകളും വാട്ടർ ഗൺ എടുത്തുകൊണ്ടുവന്ന് ടോമിയുടെ ദേഹത്തെ തീയണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിലും മദ്യമായിരുന്നു. തീ കൂടുതൽ ആളിക്കത്തി. എന്തിനേറെ പറയുന്നു, ആ തീപിടുത്തം പടർന്ന് ഒടുവിൽ ഫ്രാങ്കിന്റെ കസിനോ ഹൗസ് പൂർണ്ണമായും കത്തി നശിച്ചു. എങ്ങനെയെങ്കിലും അലക്സിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന് ചിന്തിച്ചിരുന്ന സ്കോട്ടിനും ഗേറ്റിനും അതൊരു തിരിച്ചടിയായിരുന്നു. ഇനിയൊന്നും നടക്കില്ല, അലക്സിനോട് തങ്ങളെ കൊണ്ട് ട്യൂഷൻ ഫീ അടയ്ക്കാൻ സാധിക്കില്ല എന്ന സത്യം വെളിപ്പെടുത്താം എന്ന് കരുതി അവർ അലക്സിനടുത്തെത്തി. അവർ കാര്യങ്ങൾ അവളോട് വിശദീകരിച്ചു. ബോബ് തങ്ങളതുവരെ സമ്പാദിച്ച മുഴുവൻ പണവും കണ്ടുകെട്ടി കൊണ്ടുപോയ കാര്യവും അവർ വിശദീകരിച്ചു പറഞ്ഞു. അപ്പോഴായിരുന്നു
ചാൻഡലർ അങ്ങോട്ടേക്ക് വന്നത്. ബോബിന്റെ പേര് കേട്ടതും അലക്സിന് നല്ല ദേഷ്യം വന്നിരുന്നു. ബോബിൽ നിന്ന് ആ പണം എങ്ങനെയും തിരിച്ചു മേടിക്കണം എന്ന് അലക്സ് പറഞ്ഞു. അത് കേട്ട ചാൻഡലറും അവരുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. മേയറായ ബോബ് സിറ്റിക്ക് വേണ്ടി ഒരു നല്ല കാര്യവും ചെയ്യുന്നില്ലത്രേ. കണ്ടുകെട്ടിയ പണം പോലും അയാൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ വെച്ചിരിക്കുകയാണ്. സെക്രട്ടറിയുമായി അയാൾക്ക് അവിഹിതമുണ്ട്. അതിനുവേണ്ടിയാണ് അയാൾ ഈ പണം മുഴുവൻ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ചാൻഡലറുമായി ചർച്ച ചെയ്ത് പണം തിരികെ കിട്ടാൻ അവരൊരു പദ്ധതിയിട്ടു. കസീനോയിലെ ആളുകൾ ബോബിനെ കളിയാക്കുന്ന ഒരു വീഡിയോ കാണിച്ച് ബോബിനെ ചൊടിപ്പിച്ച് ചാൻഡലറുടെ ഒപ്പം ഓഫീസിൽ നിന്ന് അവർ പുറത്തിറക്കും. ചാൻഡലർ അതൊക്കെ നോക്കിക്കോളും. ഈ സമയം അങ്ങോട്ടേക്ക് ആരുമറിയാതെ കയറിപ്പറ്റി ബോബിന്റെ ലോക്കറിലിരിക്കുന്ന പണമടങ്ങിയ ബാഗ് അവരെടുത്ത് പുറത്തു വരണം. അതായിരുന്നു കൃത്യമായ പദ്ധതി. വിചാരിച്ച പോലെ എല്ലാം നടന്നു. ചാൻഡലറിനൊപ്പം ബോബ് ഓഫീസ് വിട്ടിറങ്ങിയപ്പോ സ്കോട്ടും കേറ്റും അലക്സും ചേർന്ന് ബോബിന്റെ ഓഫീസിൽ കടന്ന് ലോക്കർ തുറന്ന് പണമടങ്ങിയ ബാഗ് എടുത്തു. അവര് പക്ഷേ അതുമായി പുറത്തേക്ക് ഒളിച്ചു പോകുമ്പോൾ മേയറുടെ സെക്രട്ടറി അവരെ കണ്ടിരുന്നു. മേയർ ബോബിനെ ഉടൻ സെക്രട്ടറി വിളിച്ചു. അതോടെ വണ്ടി തിരിച്ച് അയാൾ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുകയാണ്. ഒടുവിൽ ബോബ് വിദഗ്ധമായി സ്യൂട്ട് കേസ് കയ്യിലാക്കി. തന്റെ കയ്യിൽ നിന്ന് സ്യൂട്ട് കേസ് വിട്ടുപോകാതിരിക്കാൻ ഹാൻഡ് കഫ് ഇട്ട് അയാൾ സ്യൂട്ട് കേസ് ബന്ധിപ്പിച്ചു. ഒടുവിൽ ഒരു കോടാലിയെടുത്ത് ഹാൻഡ് കഫ് വെട്ടിമുറിച്ചു വേണമായിരുന്നു സ്കോട്ടിന് ആ സ്യൂട്ട് കേസ് കൈക്കലാക്കുവാൻ. പക്ഷേ ഉന്നമില്ലാത്ത സ്കോട്ട് വെട്ടിയാൽ എന്തുപറ്റും എന്നെല്ലാവരും ഭയന്നിരുന്നു. പക്ഷേ ഇത്തവണ സ്കോട്ട് കൃത്യമായി ചങ്ങലക്കിട്ട് തന്നെ വെട്ടി. ഹാൻഡ് കഫ് വേർപെടുത്തി ബാഗ് കൈവശപ്പെടുത്തി സുരക്ഷിതമായി പുറത്തു കടക്കാൻ അവർ തയ്യാറായി. അപ്പോഴേക്കും ചാൻഡലറും സെക്രട്ടറിയും എത്തി. ബോബ് ചാൻഡലറോട് കടന്നുകയറ്റത്തിനും പണം തട്ടിയെടുത്തതിനും അവരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ അങ്ങോട്ടേക്ക് സെക്രട്ടറിയും വന്നു. സെക്രട്ടറി തന്നെ സപ്പോർട്ട് ചെയ്തു നിൽക്കും എന്ന് ബോബ് ചിന്തിച്ചിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് ചാൻഡലറുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറിയുടെ ഹസ്ബൻഡിനെയും വിളിച്ചു വരുത്തിയിരുന്നു. അതോടെ സെക്രട്ടറിക്ക് ഹസ്ബൻഡിനൊപ്പം നിൽക്കാനേ സാധിച്ചുള്ളൂ. ബോബ് ആകെ ഒറ്റപ്പെട്ടു. ബോബ് അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ദേഷ്യം വന്ന ബോബ് സിറ്റിയുടെ ഫണ്ട്സ് മുഴുവൻ സെക്രട്ടറിയുമായുള്ള അഫയറിന് വേണ്ടി താൻ ചിലവഴിച്ചു എന്നവിടെ വെച്ച് സമ്മതിച്ചു. ആ അവസരം ചാൻഡലർ മുതലെടുത്തു. ഇത് മുഴുവൻ റെക്കോർഡറാണെന്നും എന്തെങ്കിലും വേണ്ടാത്തത് ബോബ് പ്രവർത്തിച്ചാൽ ഇത് പുറത്തുവിടും എന്നും പറഞ്ഞവർ ബോബിനെ ഭീഷണിപ്പെടുത്തി. പിന്നാലെ സുരക്ഷിതമായി പണവുമായി അവർ പുറത്തു കടന്നു. പണം കിട്ടിയതോടെ യുഹാൻസൺ ഫാമിലിയുടെ പ്രശ്നങ്ങൾ തീർന്നിരുന്നു. സ്കോട്ടും കേറ്റും മകളെ അവൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ചേർത്തു. വേണ്ട ട്യൂഷൻ ഫീസും അടച്ചു. ബാക്കി കാര്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അവർ പണം കൊണ്ടൊതുക്കി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.